തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി.ജെ.പി. പിടിച്ചെടുത്ത ചരിത്ര നിമിഷത്തിൽ ആഘോഷങ്ങളെ കടത്തിവെട്ടി പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും തഴയപ്പെട്ടവരുടെ പ്രതിഷേധവും വാർത്തകളിൽ നിറയുകയാണ്. ആർ ശ്രീലേഖയെ അവസാന നിമിഷം വെട്ടിമാറ്റി വി രാജേഷിനെ മേയറാക്കാനുള്ള ബി.ജെ.പിയുടെ തീരുമാനം തലസ്ഥാനത്ത് ബി.ജെ.പിയിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ആദ്യ ബി.ജെ.പി. മേയറായി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്നത് ഉന്നത തലത്തിലുള്ള അതീവ രഹസ്യമായ നീക്കങ്ങളായിരുന്നു. വോട്ടെണ്ണൽ കഴിഞ്ഞ് വിജയം ഉറപ്പിച്ച നിമിഷം മുതൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന പേരായിരുന്നു ആർ ശ്രീലേഖയുടേത്. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിൽ ഡൽഹിയിലും നാഗ്പൂരിലും നടന്ന ചർച്ചകൾ ചിത്രം പാടെ മാറ്റിമറിച്ചു. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ പക്ഷമുയർത്തിയ ശക്തമായ വിയോജിപ്പാണ് ശ്രീലേഖയ്ക്ക് തിരിച്ചടിയായത്. പാർട്ടിയുടെ സമരമുഖങ്ങളിൽ വർഷങ്ങളായി നിലയുറപ്പിച്ച വി രാജേഷിനെ പോലൊരു നേതാവിനെ മാറ്റി നിർത്തി സിവിലിയൻ പശ്ചാത്തലമുള്ള ഒരാളെ തലപ്പത്തിരുത്തുന്നത് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുമെന്ന് ഇവർ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെ BL സന്തോഷ് വഴി കേന്ദ്രത്തിൽ നടത്തിയ ഈ കരുനീക്കം ഫലം കണ്ടു. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയുടെ നിലപാടും വി രാജേഷിന് അനുകൂലമായതോടെ അമിത്ഷായും പ്രധാനമന്ത്രിയും ഈ തീരുമാനത്തിന് പച്ചക്കൊടി കാട്ടി. ഇതോടെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ച സെലിബ്രിറ്റി ഇമേജ് എന്ന തന്ത്രം പാർട്ടിക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ പരിസമാപ്തി കണ്ടത് നഗരസഭാ കൗൺസിൽ ഹാളിലാണ്. കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വി രാജേഷിന്റെ സത്യപ്രസ്താവന പോലും പൂർത്തിയാക്കാൻ കാത്തുനിൽക്കാതെ ആർ ശ്രീലേഖ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. തികഞ്ഞ നിരാശയും ദേഷ്യവും പ്രകടമാക്കിയ അവർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് നോ കമന്റ്സ് എന്ന് മാത്രം പറഞ്ഞ് മടങ്ങിയത് ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കി. നഗരഭരണം പിടിച്ചെടുത്ത ആദ്യ ദിനം തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ വനിതാമുഖം പരസ്യമായി പ്രതിഷേധിച്ചത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് എത്രത്തോളം രൂക്ഷമാണെന്ന് അടിവരയിടുന്നു. ശ്രീലേഖയെ പിന്തുണച്ച രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തിന് ഈ തീരുമാനം വലിയൊരു തിരിച്ചടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പോലും അംഗീകരിപ്പിക്കാൻ കഴിയാത്തത് സംസ്ഥാന അധ്യക്ഷന്റെ പദവിക്കും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് കെ സുരേന്ദ്രനും മുരളീധരൻ പക്ഷവും ഈ വിജയത്തെ തങ്ങളുടെ സ്വാധീന ശക്തിയുടെ തെളിവായി ആഘോഷിക്കുകയാണ്. രാജേഷിന്റെ സമര പാരമ്പര്യം ഉയർത്തിക്കാട്ടി സുരേന്ദ്രൻ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രീലേഖയെ പോലെ ഇന്നലെ വന്നവർക്ക് പദവികൾ നൽകില്ലെന്ന പരോക്ഷമായ താക്കീത് കൂടിയായിരുന്നു. മേയർ പദവിയിലേക്ക് വന്ന വി രാജേഷിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. LDFന്റെയും UDFന്റെയും അതിശക്തരായ നേതാക്കൾ അണിനിരക്കുന്ന കൗൺസിലിനെ നയിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് രാജേഷ് അവകാശപ്പെടുമ്പോഴും പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നത വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഒരു സുരക്ഷിത മണ്ഡലം എന്ന ബി.ജെ.പിയുടെ അവകാശവാദം എത്രത്തോളം പ്രായോഗികമാണെന്നത് ചോദ്യചിഹ്നമാണ്. വട്ടിയൂർക്കാവിലോ നേമത്തോ രാജീവ് ചന്ദ്രശേഖരനും കെ സുരേന്ദ്രനും കണ്ണുണ്ടെന്നിരിക്കെ ശ്രീലേഖയുടെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങോട്ടാണെന്നത് പ്രവചനാതീതമാണ്. തിരുവനന്തപുരം നഗരഭരണത്തിന്റെ കടിഞ്ഞാൺ ബി.ജെ.പി. കൈക്കലാക്കിയെങ്കിലും അധികാര തർക്കങ്ങളും ഗ്രൂപ്പ് പോരും മൂലം വരും ദിവസങ്ങളിൽ തലസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ നാടകീയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.